Hi, welcome to Quick Learn. This is Rishin. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ 2019 ഡിസംബറിൽ സപ്ലിമെന്ററി എക്സാമിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 10 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. C++ൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. റൈറ്റ് എ ക്ലാസ് ടു റെപ്രസെന്റ് എ 3D വെക്റ്റർ. സോ 3D വെക്റ്ററിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മളൊരു ക്ലാസ് ഡിസൈൻ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇൻക്ലൂഡ് മെമ്പർ ഫങ്ഷൻസ് ടു പെർഫോം ദി ഫോളോയിങ് ടാസ്ക്. താഴെ പറയുന്ന ടാസ്കുകൾ പെർഫോം ചെയ്യാൻ മെമ്പർ ഫങ്ഷൻസിനെ നമ്മൾ ഡിസൈൻ ചെയ്യണം. ഓക്കെ, നമ്മൾ ഡിക്ലെയർ ചെയ്യണം അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യണം എന്ന്. സോ ആ ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ടു ക്രിയേറ്റ് എ വെക്റ്റർ. സോ വെക്റ്ററിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊരു മെമ്പർ ഫംഗ്ഷന് വേണം. അതുപോലെ ടു മൾട്ടിപ്ലൈ എ സ്കെയിലർ വാല്യൂ. സ്കെയിലർ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു ഫംഗ്ഷൻ വേണം. ദെൻ ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്റ്റർ. വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫംഗ്ഷൻ വേണം. അതേപോലെ ടു ഡിസ്പ്ലേ ദ വെക്റ്റർ ഇൻ ദ ഫോം. ഈ പറഞ്ഞിട്ടുള്ള ഫോമിൽ നമ്മുടെ വെക്റ്ററിനെ ഡിസ്പ്ലേ ചെയ്യാൻ ഒരു മെമ്പർ ഫംഗ്ഷൻ വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ റൈറ്റ് എ മെയിൻ ഫംഗ്ഷൻസ് ടു ഇംപ്ലിമെന്റ് ദിസ് ക്ലാസ്. ഈ ക്ലാസ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 10 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ഇത് സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. 10 മാർക്ക് സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ് വെക്റ്റർ അല്ലെങ്കിൽ 3D വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ, സോ 3D വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിച്ചതാണ്. വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ള ഒരു ക്വാണ്ടിറ്റി ആണ് വെക്റ്റർ എന്ന് പറയുന്നത്. സപ്പോസ് നമ്മളുടെ വെക്റ്റർ v ആണെന്ന് വിചാരിക്കുക. v വെക്റ്റർ ആണെങ്കിൽ ഈ വെക്റ്ററിന് 3D വെക്റ്റർ ആകുമ്പോൾ ഇതിന് 3 കോർഡിനേറ്റ്സ് ഉണ്ടാവും. x കോർഡിനേറ്റ്, y കോർഡിനേറ്റ് ആൻഡ് z കോർഡിനേറ്റ്സ്. ഇതിനെ നമുക്ക് ഈ രൂപത്തിൽ എഴുതാനും പറ്റും. xi പ്ലസ് yj പ്ലസ് zk. ഓക്കെ, സോ വെക്റ്ററിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് വി ക്യാൻ ക്രിയേറ്റ് എ വെക്റ്റർ. സോ ഫസ്റ്റ് കൺസ്ട്രക്ടർ, യൂസിങ് എ കൺസ്ട്രക്ടർ വി ക്യാൻ ക്രിയേറ്റ് എ വെക്റ്റർ. വി ക്യാൻ ക്രിയേറ്റ് എ വെക്റ്റർ. ഓക്കെ, സോ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് വെക്റ്ററിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി മൾട്ടിപ്ലൈ ബൈ എ സ്കെയിലർ വാല്യൂ. സപ്പോസ് നമ്മളുടെ വെക്റ്റർ എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കുക. 2, 3 and 4. x കോർഡിനേറ്റ്, y കോർഡിനേറ്റ്, അതുപോലെ z കോർഡിനേറ്റ് 2, 3, 4 ആണെങ്കിൽ നമുക്ക് ഈ വെക്റ്ററിനെ ഈ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. 2i പ്ലസ് 3j പ്ലസ് 4k. ഓക്കെ, ഇനി ഇതിനെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെയിലർ വാല്യൂ, അതായത് ഒരു ഇൻറ്റിജർ വാല്യൂ വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സപ്പോസ് 2v ആണെങ്കിൽ വി ക്യാൻ മൾട്ടിപ്ലൈ ദി കോർഡിനേറ്റ്സ്, ഈച്ച് കോർഡിനേറ്റ് വിത്ത് 2. സോ 2 ഡോട്ട് അല്ലെങ്കിൽ 2 into 2, 2 into 3, 2 into 4. ഇങ്ങനെയാണ് നമ്മളുടെ വെക്റ്റർ വരുന്നത്. അതായത് നമുക്ക് കിട്ടുന്നത് 4, 6, 8 സംതിങ് ലൈക്ക് ദിസ്. ആൻഡ് വി ക്യാൻ റൈറ്റ് ദിസ് വെക്റ്റർ ലൈക്ക് 4i പ്ലസ് 6j പ്ലസ് 8k. ഈ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനൊരു ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ വി നീഡ് ടു ക്രിയേറ്റ് എ ഫംഗ്ഷൻ. സെക്കൻഡ് പറഞ്ഞിട്ടുള്ള ഇതാണ്. ഓക്കെ, then find the magnitude of the vector. Magnitude of the vector എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെക്റ്റർ v ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് magnitude of the vector can be represented like this. So we can represent the magnitude of the vector like this, and that is equal to it is the square root of the sum of the squares of the coordinates. x square plus y square plus z square ന്റെ ഹോൾ റൂട്ട് ആണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഈ രീതിയിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഇതിന് നമുക്കൊരു ഫംഗ്ഷൻ എഴുതണം. അതേപോലെ ഫോർത്ത് ടാസ്ക് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ദ വെക്റ്റർ. സോ ഇതിനൊരു ഫംഗ്ഷൻ, ഡിസ്പ്ലേ ഫംഗ്ഷൻ കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് 10 മാർക്ക് വാങ്ങാം. ഓക്കെ, സോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് IDEയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഈ ഒരു ആൻസർ എങ്ങനെ നമ്മൾ എഴുതാം എന്നുള്ളത് നോക്കാം. അതിനുശേഷം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ പ്രോഗ്രാം എഴുതിയതിന് ശേഷം നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ IDEയിലേക്ക് പോയി കഴിഞ്ഞാൽ ദിസ് ഈസ് അവർ IDE.
Here first we need to create a class. നമുക്ക് class create ചെയ്യണമെന്നുണ്ടെങ്കിൽ we can use the class keyword, then vector 3D. So 3D vector is our class name, 3D vector. Okay, now this vector is having 3 private data members, x, y and z. 3 private data members ആണുള്ളത്, x ഉം y ഉം z ഉം. ഓക്കെ, ഇനി നമുക്ക് ഈ മെമ്പേഴ്സിനെ ഇനീഷ്യലൈസ് ചെയ്യണം. അതിന് നമ്മളൊരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യും. സോ വെക്റ്റർ 3D ആൻഡ് we can initialize the value of x. Default constructor 0. So x is equal to 0, then y equal to 0, and z equal to 0. ഇങ്ങനെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. ഓക്കെ, this is the opening curly brace and closing curly brace. ഓക്കെ, ഇനി പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ വേണം നമുക്ക് വാല്യൂസ് വെച്ചിട്ട് നമ്മളുടെ വെക്ടറിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ. സോ അങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുമ്പം 3 വാല്യൂസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. സോ 3 ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. x1 that is of type int, then y1 it is also of type int, and z1 which is also of type int. Okay, now നമുക്ക് പാസ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഈ വാല്യൂസിനെ നമ്മളുടെ പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സ് ആയിട്ട് നമുക്ക് അസൈൻ ചെയ്യണം. ഓക്കെ, സോ x equal to x1, then y is equal to y1 and z equal to z1. ഓക്കെ, സോ നമ്മളുടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഓക്കെയാണ്. ഇപ്പോൾ നമുക്ക് വെക്റ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനായി. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ അറിയാം, കൺസ്ട്രക്ടർ ഈസ് എ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ വിച്ച് ഈസ് നോട്ട് ഹാവിങ് എനി റിട്ടേൺ ടൈപ്പ്. റിട്ടേൺ ടൈപ്പ് ഇല്ലാത്ത ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. സോ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് വെക്ടറിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് ഫസ്റ്റ് പോയിന്റ് ആയി. സോ ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് we need to create a function to multiply by a scalar value. ഒരു സ്കേലാർ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കൊരു ഫംഗ്ഷൻ വേണം. സോ അത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിങ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഓപ്പറേറ്റർ ഓവർലോഡിങ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു റിട്ടേൺ ടൈപ്പ് വേണം. സോ റിട്ടേൺ ടൈപ്പ് ഈസ് അവർ 3D vector, then overloading the operator. So using the keyword operator and multiplication ആണ്. സോ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ ആണ് നമ്മൾ ഓവർലോഡ് ചെയ്യുന്നത്. സോ സ്കേലാർ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂവിനാണ്. സോ ഇൻറ്റ് n, സംതിങ് ലൈക്ക് n. ഓക്കെ, n എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ദെൻ ഇവിടെ നമുക്ക് നമ്മളുടെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ടൈപ്പ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ഒരു വെക്റ്റർ ഒബ്ജക്റ്റ് ആയിരിക്കണം. സോ ഒരു ടെമ്പററി വെക്റ്റർ ഒബ്ജക്റ്റ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്, വെക്റ്റർ ടെമ്പ്. ഓക്കെ, സോ വെക്റ്റർ ടെമ്പ് നൗ ഈ ടെമ്പ് ഒബ്ജക്റ്റിന്റെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് ഞാൻ നമ്മളുടെ ഈ ഓപ്പറേറ്ററിനെ കോൾ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ്, ദാറ്റ് ഈസ് എക്സ്. ഏത് ഒബ്ജക്റ്റ് ആണോ കോൾ ചെയ്തിട്ടുള്ളത് ആ ഒബ്ജക്റ്റിന്റെ പ്രൈവറ്റ് ഡാറ്റ മെമ്പർ ആയിട്ടുള്ള എക്സ് ഇൻറ്റു നമുക്ക് പാസ് ചെയ്ത് കിട്ടിയിട്ടുള്ള സ്കേലാർ വാല്യൂ, അത് ഏതാണോ അത് n ആണ് ഇവിടെ നമ്മൾ പാസ് ചെയ്ത് വന്നിട്ടുള്ള വാല്യൂ. സോ n എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ടെമ്പ് സെയിം തന്നെ നമ്മൾ വൈക്കും y വാല്യൂക്കും z വാല്യൂക്കും സെയിം നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. സോ ടെമ്പ് ഡോട്ട് y ഈസ് ഈക്വൽ ടു y ഇൻറ്റു n, ദെൻ ടെമ്പ് ഡോട്ട് z ഈസ് ഈക്വൽ ടു z ഇൻറ്റു n. ഓക്കെ, ഇനി ഈ ഒരു ഈ ടെമ്പ് ഒബ്ജക്റ്റിനെ നമ്മൾ റിട്ടേൺ ചെയ്യാം. നമുക്ക് റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് വെക്റ്റർ ഒബ്ജക്റ്റ് ആണ്. സോ ടെമ്പ് എന്ന് പറയുന്നത് വെക്റ്റർ ഒബ്ജക്റ്റ് ടൈപ്പ് ആണ്. സോ ഈ ഒരു ടെമ്പിനെ നമ്മൾ റിട്ടേൺ ചെയ്യാം. അപ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിലുള്ള ഫംഗ്ഷനും ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, ഓരോ കോർഡിനേറ്റ്സിന്റെയും സ്ക്വയർ ആഡ് ചെയ്തിട്ട് അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടും. അപ്പോൾ അതിനുള്ള ഫംഗ്ഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് റിട്ടേൺ ഒന്നും ചെയ്യേണ്ട, നമുക്ക് വോയിഡ് തന്നെ നമുക്ക് റിട്ടേൺ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. സോ ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഈസ് ദ ഫംഗ്ഷൻ നെയിം. ഓക്കെ, വി ഡോണ്ട് നീഡ് ടു പാസ് എനിത്തിങ്. നമുക്കൊന്നും പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ് വൈ സെഡ് നമുക്ക് ഇവിടെ നിന്ന് യൂസ് ചെയ്യാം. സോ ഇതിന്റെ ഒരു മെമ്പർ ഫംഗ്ഷൻ തന്നെയാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മുടെ
വെക്ടറിന്റെ മെമ്പർ ഫംഗ്ഷൻ ആണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വെക്ടറിന്റെ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം എക്സ് സ്ക്വയർ അല്ലേ. സോ എക്സ് സ്ക്വയർ പറയുമ്പോൾ എക്സ് ഇൻറ്റു എക്സ്. സോ അതിനെ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഒരു ബ്രാക്കറ്റിൽ എഴുതാം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈ, വൈ ഇൻറ്റു വൈ, വൈ ഇൻറ്റു വൈ പ്ലസ് സെഡ് ഇൻറ്റു സെഡ്, സെഡ് ഇൻറ്റു സെഡ്. ഓക്കെ, സെഡ് ഇൻറ്റു സെഡ് നമ്മൾ എഴുതി. ഇനി ഇതിനെല്ലാം നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കണം. ഇതിൻ്റെ എല്ലാം സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു മാത്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യണം, ഒരു ഹെഡർ ഫയൽ യൂസ് ചെയ്യണം. സോ ഹാഷ് ഇൻക്ലൂഡ് മാത്ത് ഫംഗ്ഷൻ. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡർ ഫയലാണ് math.h. സോ മാത്ത് ഫംഗ്ഷൻ math.h യൂസ് ചെയ്തിട്ട് നമുക്ക് SQRT സ്ക്വയർ റൂട്ട്, ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ. ഇപ്പൊ ഇതിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ ആണ് നമുക്ക് സ്ക്വയർ റൂട്ട് ആയിട്ട് കിട്ടുക. നമുക്ക് പാസ് ചെയ്യേണ്ടത് എന്താണോ, നമുക്ക് പാസ് ചെയ്യേണ്ടത് ഈ വാല്യൂനെയാണ് പാസ് ചെയ്യുന്നത്. സോ ഇത് ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ എഴുതാം. ഓക്കെ, സോ ഇനി ഇതിനെ നമുക്ക് പ്രിന്റ് ചെയ്യണം. നമുക്ക് ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ പ്രിന്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ സി ഔട്ടിനെ യൂസ് ചെയ്യണം. യൂസിങ് സി ഔട്ട് വി ക്യാൻ പ്രിന്റ് ദി സ്ക്വയർ റൂട്ട്. സോ റൂട്ട് അല്ലെങ്കിൽ വി ക്യാൻ സേ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു ഓക്കെ, ആൻഡ് ദിസ് ഈ ഒരു സ്ക്വയർ റൂട്ട് വാല്യൂ അപ്പോൾ അവിടെ പ്രിന്റ് ആവും. ദെൻ എൻഡ് എൽ. ഓക്കെ, സോ ഇത്രയാണ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു, ഡിസ്പ്ലേ. സോ ഡിസ്പ്ലേ ചെയ്യാനൊരു ഫംഗ്ഷൻ വേണം. സോ it is again of type void is our return type. display function, obviously display, we are not passing any argument. Okay, so to display cout vector is vector equal to okay, vector equal to we can display എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതിയിട്ട് ഡിസ്പ്ലേ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് പാരന്തസിസ് നമുക്ക് ഇവിടെ കൊടുക്കാം. ദെൻ അതിനുശേഷം we can use the x value, then we can use a comma, then y value, then comma, then z value, okay, then close our parenthesis. Okay, so closing our parenthesis, and at last we have the end l. സോ ഇത്രയുമായി നമ്മൾക്ക് 4 ഫങ്ഷൻസുമായി. ഇനി നമുക്ക് മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം, ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാം. സോ we are using the vector class name vector, then our vector is v1 is our vector, and initializing the vector with the values 2, 3 and 4 as the coordinates x, y and z. സോ ഇങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ഈ വാല്യൂസ് ആണ് നമ്മളുടെ x1 y1 z1 ലേക്ക് വരുന്നത്, 2, 3, 4. സോ ഈ x1 y1 z1 യൂസ് ചെയ്തിട്ട് നമ്മുടെ x y z നെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നു. ഓക്കെ, സോ v1 ന്റെ വാല്യൂസ് അപ്പോൾ 2, 3, 4 ആയിട്ട് നമുക്ക് കിട്ടും. ഇനി v1 ഡോട്ട് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെക്ടറിനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, വെക്ടറിനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ഫസ്റ്റ് then ചെയ്യേണ്ടത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വി നീഡ് അനദർ വെക്ടർ. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ട് ഒരു വെക്ടറിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് അനദർ വെക്ടർ വേണം. സോ വെക്ടർ v2. ഇനി v2 എന്ന് പറയുന്നത് v1 ഈ v1 into 2. ഓക്കെ, v1 into 2 ഇതാണ് നമ്മൾ ചെയ്യുന്നത്. സോ v1 into 2 ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്പറേറ്റർ ഓവർലോഡഡ് മൾട്ടിപ്ലിക്കേഷൻ ഫംഗ്ഷൻ കോൾ ചെയ്യും. അതിലേക്ക് നമ്മൾ 2 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്യും. അപ്പോൾ നമ്മളുടെ v1ന്റെ xyz ആണ് നമുക്ക് ഇവിടെ xyz എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. സോ v1ന്റെ xyz നെ n വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. സോ ഓരോ വാല്യൂ നമ്മൾ ടെംപ് വെക്ടറിന്റെ xyz ആയിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നു. അതേപോലെ ടെംപ് വെക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുന്നു. അതുകൊണ്ടാണ് റിട്ടേൺ ടൈപ്പ് വെക്ടർ 3D ആയത്. ഓക്കെ, സോ അങ്ങനെ റിട്ടേൺ ചെയ്യുന്ന ടൈമിൽ
നമുക്ക് റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ ഇവിടെ ഒരു വെക്റ്റർ 3D ഓഫ് വെക്റ്ററിന്റെ ഇൻസ്റ്റൻസിനെ നമ്മൾ v2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അതാണ് നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, വെക്റ്റർ 3D v2 എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് v2നെ ഡിസ്പ്ലേ ചെയ്യാം. v2 ഡോട്ട് ഡിസ്പ്ലേ. സോ ഇത്രയായി കഴിഞ്ഞാൽ നമ്മളുടെ ഫംഗ്ഷൻ ക്ലിയർ ആയി. നമ്മൾ ചെയ്തു. കൺസ്ട്രക്ടറിനുള്ള ഫംഗ്ഷൻ ഓൾറെഡി നമ്മൾ എഴുതി, നമ്മളുടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. ഇവിടെ നമുക്ക് ഡിഫോൾട്ട് കൺസ്ട്രക്ടറിന്റെ ആവശ്യം വരുന്നത് v2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വാല്യൂസ് പാസ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഡിഫോൾട്ട് കൺസ്ട്രക്ടറിന്റെ ആവശ്യം വരുന്നുണ്ട്. അതാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ നമ്മൾ എഴുതിയത്. ദെൻ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത് നമ്മളുടെ v1നെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. സോ v1 ക്രിയേറ്റ് ചെയ്തു. ദെൻ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഓപ്പറേറ്ററിനെ ഓവർലോഡ് ചെയ്തു. സോ 2v1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പറഞ്ഞിട്ടുള്ള 2v1. സോ അതിന് നമ്മൾ ഈ ഒരു ഓപ്പറേറ്ററിനെ ഓവർലോഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർ ഓപ്പറേറ്ററിനെ, ആസ്റ്ററിസ്ക് ഓപ്പറേറ്ററിനെ നമ്മൾ ഓവർലോഡ് ചെയ്തു. സോ യൂസിങ് ഓപ്പറേറ്റർ കീവേഡ് വി ഹാവ് ഓവർലോഡഡ് ആൻഡ് ദ റിട്ടേൺ ടൈപ്പ് ഈസ് വെക്റ്റർ ടൈപ്പ്. ഓക്കെ, അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ v2യിലേക്കാണ് ഇതിന്റെ റിസൾട്ടന്റിനെ നമ്മൾ അസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് റിട്ടേൺ ടൈപ്പ് വെക്റ്റർ 3D ആണ്. നമ്മൾ ഈ ടെമ്പ് വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നതാണ് v2യിലേക്ക് വരുന്നത്. എന്നിട്ട് നമ്മൾ v2നെ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ദെൻ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് x² പ്ലസ് y² പ്ലസ് z². സോ ഈ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് മാത്ത് കീവേഡ് ഇൻക്ലൂഡ് ചെയ്യണം. സോ മാത്ത് ഹെഡർ ഫയൽ യൂസ് ചെയ്യണം. സോ മാത്ത് ഹെഡർ ഫയൽ യൂസ് ചെയ്തിട്ട് നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. അതിനുശേഷം ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ ഡിസ്പ്ലേ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. സോ ഡിസ്പ്ലേ ഫംഗ്ഷൻ വിച്ച് ഡിസ്പ്ലേസ് ദി വെക്റ്റർ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു എററും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതൊന്ന് കമ്പൈൽ ചെയ്യാം. സോ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി no errors. So we can run this. Okay, so run ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ v1 ക്രിയേറ്റ് ചെയ്തത് 2 3 4 ആണ്. സോ v1 ഡോട്ട് ഡിസ്പ്ലേ കോൾ ചെയ്തപ്പോൾ നമ്മളുടെ v1 വെക്ടറിനെ വെക്ടർ ഈക്വൽ ടു 2 3 4 എന്ന് പ്രിന്റ് ചെയ്തു. അതിനുശേഷം v2നെ നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ദെൻ v2 എന്ന് പറയുന്നത് 2 into v1 ആണ്. സോ 2 into v1 എന്ന് പറയുമ്പോൾ 4 6 8 അത് തന്നെയാണ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തപ്പോൾ കിട്ടിയത് 4 6 8. ഓക്കെ, സോ നമ്മളുടെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞു. ദെൻ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വി ക്യാൻ ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് v1 ഡോട്ട് മാഗ്നിറ്റ്യൂഡ്. ഇത് നമ്മുടെ മാഗ്നിറ്റ്യൂഡിനെ ഡിസ്പ്ലേ ആക്കും. അതേപോലെ v2 ഡോട്ട് മാഗ്നിറ്റ്യൂഡ്. സോ മാഗ്നിറ്റ്യൂഡിനും കിട്ടും. സോ കമ്പൈൽ ഇറ്റ്, then run. So now we will get the value like magnitude എന്ന് പറയുന്നത് 5.385 എന്ന് പറയുന്നതാണ്. ഇതാണ് സ്ക്വയർ റൂട്ട് വരുന്നത്. ഓക്കെ, അതേപോലെ v2യുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10.2 v1 ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡിന്റെ ഡബിൾ ആയിരിക്കും v2ന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് നോക്കിയാൽ തന്നെ കാണാം അല്ല, 10.77 എന്ന് പറയുന്നത് 5.38ന്റെ ഡബിൾ ആണ്. ഇനി നമുക്ക് ഇതൊന്ന് മോഡിഫൈ ചെയ്ത് നോക്കാം. നമുക്ക് 2 4 4 വന്നു കഴിഞ്ഞാൽ എന്താ വരും നോക്കാം. അതേപോലെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് 5 വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, സോ നൗ കമ്പൈൽ ഇറ്റ്, സേവ് ഇറ്റ്, കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈലേഷൻ ഈസ് ഓവർ. നൗ യു ക്യാൻ സീ ദ വെക്റ്റർ 2 4 4 മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 6. അതായത് 2 സ്ക്വയർ 4 പ്ലസ് 16 പ്ലസ് 16. സോ 36. റൂട്ട് ഓഫ് 36 എന്ന് പറയുന്നത് 6. നമുക്ക് മാഗ്നിറ്റ്യൂഡ് 6 കിട്ടി. അതേപോലെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ 5 ആണ് ചെയ്തത്. അപ്പോൾ നമുക്ക് 2ന്റെ 5 ടൈംസ് 10, 4ന്റെ 5 ടൈംസ് 20, 4ന്റെ 5 ടൈംസ് 20 കിട്ടി. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 30 കിട്ടും. അതായത് നമുക്ക് v1ന്റെ മാഗ്നിറ്റ്യൂഡിന്റെ 5 ടൈംസ് ആയിരിക്കും v2യുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആക്ച്വലി. സോ 6 into 5 ആണ് 30 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ സക്സസ്ഫുള്ളി എഴുതി. ഓക്കെ, സോ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. സോ നമുക്ക് ക്ലാസ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, അതേപോലെ ക്ലാസിന്റെ ഒബ്ജക്ട്സിനെ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാം എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് C++ നിന്നും ഫസ്റ്റ് മോഡ്യൂൾ സെക്കൻഡ് മോഡ്യൂൾ എന്നൊക്കെ വരുന്നത്.
അപ്പോൾ നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിങ് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അത് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എങ്ങനെ ചെയ്യുക എന്നറിയാത്തവർ ആ ലിങ്ക് ഒന്ന് വാച്ച് ചെയ്തിട്ട് അത് പഠിക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ സോൾവ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.